ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കേരള പുരസ്കാരങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. വിവിധ മേഖലകളിൽ സമൂഹത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയിട്ടുള്ള വിശിഷ്ട വ്യക്തികൾക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് കേരള പുരസ്കാരങ്ങൾ. അവാർഡ് സമിതിയിലുള്ളത് അടൂർ ഗോപാലകൃഷ്ണൻ, കെ ജയകുമാർ, ഡോക്ടർ ബി ഇക്ബാൽ എന്നിവരടങ്ങുന്ന അവാർഡ് സമിതി പരിശോധിച്ചാണ് കേരള പുരസ്കാരങ്ങൾ സർക്കാരിന് നാമനിർദ്ദേശം നൽകിയത്. ഒന്നാമത്തെ പരമോന്നത പുരസ്കാരമായ കേരള ജ്യോതി ലഭിച്ചത് അധ്യാപകനും എഴുത്തുകാരനുമായ എം കെ സാനുവിനാണ് കേരള ജ്യോതി. രണ്ടാമത്തെ സംസ്ഥാന പരമോന്നത പുരസ്കാരമായ കേരള പ്രഭ ലഭിച്ചത് എസ് സോമനാഥ്, ഭുവനേശ്വരി. ചാന്ദ്രയാൻ 3യുടെ ചരിത്ര വിജയത്തിന് നേതൃത്വം നൽകിയതിനാണ് എസ് സോമനാഥ്, ISRO ചെയർമാനായ എസ് സോമനാഥിന് കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത്. തരിശുഭൂമിയിൽ പൊന്നു വിളയിച്ചതിനാണ് പാലക്കാട് സ്വദേശിയായ വീട്ടമ്മ ഭുവനേശ്വരിക്ക് കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത്. 24 ഏക്കർ ഭൂമിയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ വിപുലമായ ജൈവകൃഷി നടത്തുന്ന കർഷകയാണ് ഭുവനേശ്വരി. കേരളപ്രഭ പുരസ്കാരങ്ങൾ എങ്ങനെ ഓർത്തിരിക്കാം? കേരളപ്രഭ പ്രഭയായിട്ടൊന്ന് കണക്ട് ചെയ്യാം. എസ് സോമനാഥ്, സോമനാഥിൽ സോമൻ എടുക്കുക. സോമൻ എന്താണ്? ചന്ദ്രൻ. ചന്ദ്രൻ എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ചന്ദ്രന് നല്ല പ്രഭയാണ് അല്ലേ? അങ്ങനെ കണക്ട് ചെയ്യാലോ. എസ് സോമനാഥ്. അടുത്തത് ഭുവനേശ്വരി, ഈശ്വരന്മാർക്ക് നല്ല പ്രഭയല്ലേ? അപ്പോൾ ഭുവനേശ്വരി കിട്ടുമല്ലോ. എസ് സോമനാഥ്, ഭുവനേശ്വരി. അടുത്തത് കേരളശ്രീ പുരസ്കാരമാണ്. 6 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ആദ്യത്തേത് കലാമണ്ഡലം വിമല മേനോൻ. കലാമേഖലയിൽ നിന്നാണ്. 50 വർഷമായിട്ട് മോഹിനിയാട്ടം പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. തിരുവനന്തപുരത്തെ കേരള നാട്യ അക്കാദമിയുടെ സ്ഥാപകയുമാണ്. അടുത്തത് ആരോഗ്യ മേഖലയിൽ നിന്ന് ടി കെ ജയകുമാർ. അടുത്തത് കാലിഗ്രാഫിയിൽ നിന്ന് കേരളശ്രീ നേടിയ നാരായണ ഭട്ടതിരി കാലിഗ്രഫിയാണ്. തിരുവനന്തപുരം സ്വദേശിയാണ്. അടുത്തത് മലയാളികളുടെ അഭിമാനമായ ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരൻ സഞ്ജു വി സാംസൺ ആണ്. സഞ്ജു വി സാംസന്റെ നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു? 2024 T20 ലോകകപ്പിൽ നേടിയ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹം. 2024 T20 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായിരുന്നു. ഒരു കലണ്ടർ വർഷത്തിൽ, അതായത് 2024 T20 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ 3 സെഞ്ചുറി നേടിയ ഏക കളിക്കാരനാണ്. 2024 T20 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ 3 സെഞ്ചുറി നേടിയ ഏക കളിക്കാരൻ. അന്താരാഷ്ട്ര T20 സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് അദ്ദേഹം. അന്താരാഷ്ട്ര T20 സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ. അന്താരാഷ്ട്ര T20 തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. അന്താരാഷ്ട്ര T20 തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. എന്തൊക്കെയാണ് പറഞ്ഞിട്ട്? 2024 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായിരുന്നു. ഒരു കലണ്ടർ വർഷത്തിൽ T20 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ 3 സെഞ്ചുറി നേടിയ ഏക കളിക്കാരൻ. അന്താരാഷ്ട്ര T20 സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ. അന്താരാഷ്ട്ര T20 തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. അടുത്തത് സാമൂഹ്യ സേവനം ഷൈജ ബേബി. സാമൂഹ്യ സേവന വിഭാഗത്തിൽ ഷൈജ ബേബിക്കാണ്. ആശാ വർക്കറാണ്. വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മാതൃകാപരമായ രക്ഷാപ്രവർത്തനത്തിനാണ് ഷൈജ ബേബിക്ക് കേരളശ്രീ ലഭിച്ചത്. മണ്ണിൽ പുതഞ്ഞു കിടന്നിരുന്ന 100ഓളം പേരെയാണ് ആശാവർക്കറായ ഷൈജ ബേബി തിരിച്ചറിഞ്ഞത്. അടുത്തത് വാണിജ്യ വ്യവസായ മേഖലയിൽ നിന്ന് വി കെ മാത്യൂസ്. ടെക്നോ പാർക്കിലെ IBA സോഫ്റ്റ്വെയർ സ്ഥാപകനാണ്. ആരൊക്കെയാണ് ഇപ്പോൾ കേരളശ്രീ ലഭിച്ചിട്ടുള്ളത്? കലാമണ്ഡലം വിമല മേനോൻ, ടി കെ ജയകുമാർ ആരോഗ്യമേഖല, നാരായണ ഭട്ടതിരി കാലിഗ്രഫി, സഞ്ജു വിശ്വനാഥ സാംസൺ കായികം, ഷൈജ ബേബി ആശാവർക്കർ, വി കെ മാത്യൂസ് വ്യവസായം വാണിജ്യം. ഇതെങ്ങനെ ഓർത്തിരിക്കാം? വിമല മേനോനിൽ വിമല എന്നെടുക്കാം, ടി കെ ജയകുമാറിൽ ജയ എന്നെടുക്കാം. അപ്പോൾ വിമലയ്ക്ക് ജയിക്കാൻ വേണ്ടി കേരളശ്രീ മത്സരമാണെന്ന് വിചാരിക്കുക. കോഡിന് വേണ്ടിയിട്ടാണ്, കേരളശ്രീക്ക് വേണ്ടിയുള്ള മത്സരം. അപ്പോൾ വിമലയ്ക്ക് ജയിക്കാൻ എന്താണ്? NSS മതി. N എന്താണ്? നാരായണ ഭട്ടതിരി, എസ് സഞ്ജു സാംസൺ, എസ് ഷൈജ ബേബി, മതി എന്നുള്ളത് മാത്യൂസ്. എന്തൊക്കെയാണ് കോഡ് പറഞ്ഞത്? വിമലയ്ക്ക് ജയിക്കാൻ കേരളശ്രീ മത്സരത്തിൽ വിമലയ്ക്ക് ജയിക്കാൻ NSSൽ ചേർന്നാൽ മതി. NSS നാരായണ ഭട്ടതിരി, എസ് സഞ്ജു സാംസൺ,
എസ് ഷൈജ ബേബി. മതി എന്നുള്ളത് മാത്യൂസ്.